പ്രിയപ്പെട്ട ബിന്നി സാഗരി, പ്രിയപ്പെട്ട പ്രസിഡന്റ് എഴുത്തുകാരൻ പ്രിയപ്പെട്ട സുജി സാറ്, ഷിബു, നമ്മുടെ യുവ പ്രതിഭ പ്രിയപ്പെട്ട ജോർജ് മാത്യൂസ്, ബഹുമാനിയുടെ നമ്മുടെ ഈ പ്രോഗ്രാം അനൗദ്യോഗികമായി ആരംഭിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. ഔദ്യോഗികമായി നമുക്ക് പ്രകാശനം ഉടൻ തന്നെ നടക്കുമെങ്കിലും മീറ്റിങ്ങിന്റെ ഒരു സമയ ക്ലിപ്ത് നമ്മൾ പാലിക്കണമല്ലോ. നമ്മൾ എല്ലാവർക്കും പല പ്രോഗ്രാംസ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് ഈ പുസ്തകം നേരത്തെ കിട്ടിയപ്പോൾ തന്നെ വായിച്ച്, ഞാൻ വായിച്ച് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ കണ്ടപ്പോൾ ഞാൻ വായിച്ചത് ഞാനിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈശ്വര പ്രാർത്ഥന, പിന്നെ സ്വാഗതം, അധ്യക്ഷ പ്രസംഗം, പിന്നെ പ്രേമേന്ദ്രന്റെ ഉദ്ഘാടന പ്രസംഗം. പ്രത്യേകിച്ച് പിന്നെ ഞാൻ എന്താ ചെയ്യുക അവസാനം ഇവരെല്ലാ ദിവസത്തെ കുറിച്ചായിരിക്കും പറയാം. ഞാനൊരു 3-4 മിനിറ്റിനകം കൊണ്ട് ഇത് പറയുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള പ്രാസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. നമുക്കറിയാം, വ്യക്തിപരമായി ജോർജ് മാത്യൂസിന്റെ സ്വന്തം രചന ആദ്യത്തേതും അതിനു മുമ്പ് തന്റെ അപ്പച്ചന്റെ ഫാദറിന്റെ പിതാവ് പ്രിയപ്പെട്ട സാറിനോട് PSSC നിന്ന് റിട്ടയർ ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത പ്രിയപ്പെട്ട ജോർജ് സാറിന്റെ മലയാളത്തിലുള്ള പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്രിക്കറ്റ് മാനി ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സന്ദർഭവശാൽ ഞാനും അത് അതിന്റെ ആദ്യ പ്രകാശനം നിർവഹിക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ജോർജ് എന്തിനാ എന്നെ ഇങ്ങനെ വിടാതെ പിടികൂടുന്നത് ചിന്തിക്കാൻ. ഒരുപക്ഷെ ചില വ്യക്തിപരമായ ബന്ധങ്ങളാകാം, അങ്ങനെയാകാം ഒരുപക്ഷെ എന്നെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. മനോഹരമായ ഒരു ചോദ്യമാണ് നമ്മുടെ ഈ പുസ്തകത്തിന്റെ പേര് തന്നെ. മഞ്ഞുരുകും മാമ്പലകളോട് മിഴികൾ മിണ്ടാറുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? മിണ്ടാറുണ്ടോ? ക്വസ്റ്റ്യന്മാർക്കില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ കവർ പേജ് മനോഹരമാണ്. നിങ്ങള് പ്രകാശനം ചെയ്തതിലും പുസ്തകം ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. മനോഹരമായ കവർ പേജ്, അതോടൊപ്പം തന്നെ ആകർഷകമായ ചിത്രത്തെക്കാൾ ഉപരി നമ്മളോട് ചോദിക്കുന്ന താളാത്മകമായ കാവ്യാത്മകമായ ഒരു ചോദ്യമാണ് ഈ പുസ്തകത്തിന്റെ തുടക്കങ്ങൾ. മാമ്പലകളോടാണ് മിഴികൾ മിണ്ടാറുള്ളത്, മഞ്ഞൊരുകും മാമ്പലകളോട്. ഈ ചോദ്യം ജോർജ് മാത്യൂസ് നമ്മളോട് ചോദിക്കുന്നതിന് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പുസ്തകം മൊത്തത്തിൽ വായിക്കണം. ഇതിന്റെ 10 അധ്യായങ്ങൾ പ്രിയപ്പെട്ട ജയചന്ദ്ര ഇലക്കർ സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിന്റെ 10 അധ്യായങ്ങൾ വായിച്ചു കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഈ ചോദ്യത്തിന്റെ ശരിക്കുള്ള ഉത്തരം ലഭിക്കുന്നത്. അപ്പൊ മഞ്ഞുരുകും മാമ്പലകളോട് മിഴികൾ മിണ്ടാറുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അത് മാമ്പലകളും അതോടൊപ്പം മിഴികളും തമ്മിൽ പറയുന്ന 1000 കഥകളാണ്, 1000 കവിതകളാണ്. ഒരുപക്ഷെ നല്ലൊരു മ്യൂസിക് അല്ലെങ്കിൽ നല്ലൊരു ചലച്ചിത്ര ഗാനരചയിതാവ് കണ്ടാണെങ്കിൽ ആദ്യത്തെ വരി എന്നത് എടുക്കും. എന്തുവാ? മഞ്ഞിരുക്കും മാമ്പലകളോട് മിഴികൾ മിണ്ടാറുണ്ടോ എന്ന ഈ ഹെഡിങ് നമുക്ക് ആദ്യത്തെ കവിത, ഒരു ഗാനരചയിതാവ് കയ്യിൽ കിട്ടിയാൽ അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് ഉപയോഗിക്കുന്ന കാര്യം സംശയം വേണ്ട. അപ്പൊ ഇങ്ങനെ കാവ്യാത്മകമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സഞ്ചാര സാഹിത്യത്തിന്റെ ഒരു മനോഭാവത്തിലൂടെ നമ്മളെ കാലടി മുതൽ കാശ്മീർ വരെ അദ്ദേഹം കൊണ്ടുപോകുന്നു. ആദ്യത്തെ 2 അധ്യായങ്ങൾ കേരളത്തിൽ തന്നെ കാര്യങ്ങൾ പറയുന്നു. ട്രെയിനകത്ത് കയറുന്നവരെയുള്ള കഥകളൊക്കെ പറഞ്ഞു
പറഞ്ഞതിന് ശേഷം ബാക്കി 8 അധ്യായങ്ങളും നമ്മുടെ കാശ്മീരിന്റെ മനോഹരതയിലേക്ക് ട്രെയിനിന്റെ യാത്രയെ കുറിച്ച് പല കടന്നു വരുന്ന ആളുകളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ നോവലിന്റെ നമ്മുടെ ഈ നോവലിന്റെ ഈ ഗതികൾ അല്ലെങ്കിൽ താഴേക്ക് സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജോർജിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ജോർജ് മാത്യൂസിന്റെ രചനയിലൂടെ കാശ്മീരിന്റെ അനുഭവ സൗന്ദര്യം നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്ന കാര്യം സംശയമില്ല. ഈ പുസ്തകത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള സുനിൽ പി ഡേഡം സാറും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേമൻ എം.പി. ഒക്കെ പറഞ്ഞതുപോലെ കാശ്മീരിൽ നമുക്കറിയാം നമുക്കൊരു ഭാരതത്തിന്റെ ഒരു സ്വർഗം എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ അത് കാണുന്നു, കേൾക്കുന്നു, അല്ലെങ്കിൽ അനുഭവിക്കുന്നു, പോരുന്നു. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും കാശ്മീർ സന്ദർശിക്കണമെന്നും അന്ന് സന്ദർശിക്കുമ്പോൾ ഈ കാണാതെ പോയതൊന്നും വിട്ടുപോകരുതെന്നും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗ്രന്ഥകർത്താവ് ഓർമ്മിപ്പിക്കുന്നതായി സംശയമില്ല. സഞ്ചാര സാഹിത്യത്തിന്റെ അധികായകൻ നമുക്കറിയാം എസ്.കെ. പൊറ്റക്കാട്. ഞാൻ സന്ദർഭവശാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം വളരെ സമയം കിട്ടുമ്പോഴൊക്കെ യൂട്യൂബിൽ കയറി കാണുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് വരുമാനം അതുകൊണ്ട് ലഭിക്കും. പക്ഷെ അതേ രീതിയിൽ ഇപ്പൊ ജോർജ് മാത്യൂസും ഞാനിവിടെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം ജോർജ് എങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി എന്റെ ചെവിയിലേക്ക്, എന്റെ മനസ്സിലേക്ക് ജോർജ് തന്നെ ഈ കഥ വായിച്ചു തരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം ഈ യാത്രാഗൃഹം എന്ന് പറയുന്നത് എസ്.കെ. പൊറ്റക്കാടിനെ പോലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹാത്മജി അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറയുന്നത് ആത്മകഥയുടെ ഭൂരിഭാഗവും തന്റെ യാത്രാവിവരണങ്ങളാണ്. താൻ അവിടെ എവിടെയൊക്കെയോ പോയി അതൊക്കെ അതുകൂടി തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ചേർത്ത് നമ്മളിലേക്ക് മഹാത്മജി നമ്മളിലേക്ക് തന്റെ ആത്മകഥ പറയുന്ന പോലെ അതൊരു കമ്പാരിസൺ അല്ല, അത്രയും വരെ എത്തുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള സാഹിത്യകാരന്മാരുടെ രീതിയിലുള്ള പറച്ചിൽ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ കൊച്ചറിഞ്ഞന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഭാവിയുടെ വാഗ്ദാനമാണ്. അപ്പൊ ഇന്നത്തെ യുവതലമുറ, എനിക്കിത് ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ ഓഡിയൻസ് ആയി വന്നിരിക്കുന്നതും ചെറുപ്പക്കാരാണ്. ഒരുപക്ഷെ ജോർജിന്റെ സുഹൃത്തുക്കളായി, ജോർജിന്റെ വാലയം സെക്രട്ടറിയുടെ ലഭിച്ച ഒട്ടനവധി സുഹൃത്തുക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പം നമുക്കറിയാം ഇന്നത്തെ ഈ തലമുറ തങ്ങളുടെ ശ്രദ്ധ മറ്റു പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് അവർക്ക് ക്രൈസ് ഏതാണ്? ലഹരിയിലേക്ക് ഒരു വിഭാഗം പോകുന്നു. പക്ഷെ വായന എന്ന ലഹരിയിലേക്ക്, പുസ്തക രചന എന്ന ലഹരിയിലേക്ക്, എഴുത്തെന്ന ലഹരിയിലേക്ക് കടന്നു പോകാൻ ചെറുപ്പക്കാരെ ആകർഷിക്കുവാൻ ജോർജിന്റെ പുസ്തകത്തിന് കഴിയുമെങ്കിൽ അതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ വിജയം. കാരണം എഴുത്ത് അന്യം നിൽക്കുന്നു, വായന അന്യം നിൽക്കുന്നു. ആ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് കടന്നു വന്ന ജോർജിയെ പോലുള്ള ചെറുപ്പക്കാർ കടന്നു വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക, പിന്തുണ നൽകാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. അറിയാം, മലയാള മനോരമ എന്ന് പറയുന്ന ബൃഹത് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ഈ മലയാളിക്ക് സമ്മാനമായി നൽകിയ 90 വർഷങ്ങൾക്ക് മുമ്പ് സമ്മാനമായി നൽകിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ബാലജന സംഘടനയുടെ അഖില കേരള ബാലജന സെക്രട്ടറിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ഭംഗി വാക്കാണെങ്കിലും അതിന്റെ അധ്യക്ഷനായിരുന്നു. ഇതിൽ ആഗോള സംഘടന എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം മലയാളി ഉണ്ടോ, അവിടെയൊക്കെ ബാലജന സെക്രട്ടറി. അത്തരത്തിൽ അഖില കേരള ബാലജന സെക്രട്ടറിന്റെ 90 വർഷത്തെ പാരമ്പര്യത്തിൽ, ആ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ജോർജിന് കഴിഞ്ഞു. അതിലൂടെ ലഭിച്ച ബാലജന സെക്രട്ടറിന്റെ ക്യാമ്പുകളൊക്കെ നിങ്ങൾക്കറിയാം, സാഹിത്യ ക്യാമ്പുകളാണെങ്കിലും സിവിൽ സർവീസ് ക്യാമ്പുകളൊക്കെ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ കൂടിയും അതൊക്കെ അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഉത്തേജനവും അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് പ്രേരകമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കാലടി മുതൽ കാശ്മീർ വരെ നീളുന്ന ഒരു സൗഹൃദ സന്ദർശന യാത്ര ഹൃദ്യവും സരളവുമായ നിത്യജീവിത ഭാഷയിൽ വിവരണാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ സംരംഭം ജോർജിന്റെ തുടർന്നുള്ള രചനാ രംഗത്ത് കൂടുതൽ കരുത്ത് പകരട്ടെ. തന്റെ അനുഭവങ്ങൾ തന്നിൽ മാത്രം തളച്ചിടാതെ സമൂഹത്തിലേക്ക് അനുഭവത്തിന്റെ ചൂടും പകരാൻ ആഗ്രഹിക്കുന്ന ഈ എഴുത്തുകാരന്റെ, പ്രിയപ്പെട്ട ജോർജിന്റെ തൂലികയിൽ ചലിക്കട്ടെ.
അപ്പം നമുക്ക് എനിക്ക് പറയാനുള്ളത് ബിഗ് സല്യൂട്ട് ഡിയർ ജോബ്സ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സംഘാടകനാണ്. വ്യക്തിപരമായി പാലയസംഘത്തിന്റെ സംസ്ഥാന പദവിയിലൊക്കെ വരുന്നതിനൊക്കെ പക്ഷെ നമ്മളൊക്കെ പ്രേരകമാകാം. അത് മാത്രമല്ല, തുടർന്നുള്ള അഡ്വൈസ് നൽകുവാൻ പഠനകാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ജോർജിന് തീർച്ചയായിട്ടും തുടർന്നുള്ള ജീവിതവും ഭാസുരമാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പുസ്തകത്തെ കുറിച്ച് ഇത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. കാരണം അതിനപ്പുറം പ്രിപ്പയർ ചെയ്യേണ്ട എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഓരോ പുസ്തകത്തിന്റെ ഓരോ അധ്യായത്തിലും നമ്മൾ പറയേണ്ടത്. ഞാൻ പറഞ്ഞത് സഞ്ചാര സാഹിത്യത്തില് ഒരു മഹത് സംഭാവന, ഒരു എളിയ തുടക്കം. തുടർന്നും പുതിയ പുസ്തകങ്ങൾ എഴുതുവാൻ നിങ്ങളിൽ ഓരോരുത്തർക്ക് പ്രേരകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.